ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാർ കൊടുത്ത് നേരെ മാളിലേക്ക് പോയി, ലുലു മാളിലേക്ക് പോയി. അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ തന്നെ ആദ്യം ഒരു സ്റ്റേജാണ് കണ്ടത്. ഒരു ഈവൻറ്റിൻ്റെ ഭാഗമായിട്ട് കെട്ടിയ അടിപൊളി ഒരു സ്റ്റേജാണ് കണ്ടത്. ആദ്യം അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോയത്. അച്ഛൻ അമ്മയ്ക്ക് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ ഞാനും ചേട്ടനോടും വെളിയിൽ പോയി. വെളിയിൽ പോയപ്പോൾ ആദ്യം ട്രെയിനെല്ലാം പോകണമുണ്ട്. എന്നിട്ട് കുറേ നമ്മൾ അവിടെ ഇരുന്ന് പിന്നെ ബോറടിച്ചപ്പം ഒന്ന് റൗണ്ട് അടിക്കാന്ന് പറഞ്ഞ് നടക്കാൻ പോയി. അങ്ങനെയാണ് കുറേ ടോയ്സും കാര്യങ്ങളെല്ലാം കണ്ട് അങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ അച്ഛനും അമ്മയും ഡ്രസ്സ് മേടിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഫുഡ് അടിക്കാൻ പോയി. പാരഗണിയിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് അച്ഛനൊരു പെർഫ്യൂം വേണമെന്ന് പറഞ്ഞു. പെർഫ്യൂം അടിക്കാൻ പോകുമ്പം കുറേ അച്ഛനും ചേട്ടനോട് നോക്കി. ലാസ്റ്റ് ഒരു കിങ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് എടുത്തു. ബാക്കി എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയിരുന്നു. ഇതിനും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഇതും എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അച്ഛന് സൺഗ്ലാസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് നോക്കാൻ പോയി. അങ്ങനെ അച്ഛൻ കുറേ നോക്കി. അച്ഛന് ഇഷ്ടപ്പെട്ട ഒന്നും എടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാനും ചേട്ടനും അമ്മയും ഓരോന്നെല്ലാം വെച്ച് നോക്കി. അടിപൊളി ഗ്ലാസ്സുകളെല്ലാം ആയിരുന്നു അവിടെ. അച്ഛന് പിന്നെ ഡ്രൈവിംഗ് എല്ലാം ചെയ്യാൻ അത്യാവശ്യമായിക്കൊണ്ട് ഒരു സൺഗ്ലാസ് അച്ഛൻ എടുത്തു. പിന്നെ ഇതെല്ലാം നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കുറേ ഹോട്ട് വീൽസ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് നോക്കാൻ പോയി. അത്യാവശ്യം നല്ല അടിപൊളി ഹോട്ട് വീൽസ് എല്ലാം കാര്യങ്ങളും കളക്ഷനെല്ലാം ഒരുപാടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെല്ലാം നോക്കിയിട്ട് മേടിക്കാനല്ല, ചുമ്മാ നോക്കാൻ. പിന്നെ അവിടെ നിന്നെല്ലാം നോക്കി കുറേ കഴിഞ്ഞ് അച്ഛൻ ബില്ലെല്ലാം പേ ചെയ്തിട്ട് വെളിയിലിറങ്ങി. അങ്ങനെ ലുലു ഫാഷനിൽ നിന്നുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. ഞാനും അമ്മയോട് സാധനങ്ങൾ മേടിക്കാൻ ഹൈപ്പർ മാർക്കറ്റിലും കയറി. അച്ഛനും ചേട്ടനോട് അച്ഛന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടുകൂടെ പോയി. അങ്ങനെ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. മലയാളം ഇംഗ്ലീഷ് എല്ലാ ബുക്കും ഉണ്ടായിരുന്നു. അമ്മ ഒരു ബുക്ക് വായിക്കുന്ന ആളായതുകൊണ്ട് അമ്മ ഓരോ ബുക്കായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ ബുക്ക് വായിക്കുകയൊന്നുമില്ല. അങ്ങനെ ചുമ്മാ അമ്മയുടെ പിന്നാലെ പോയി. പിന്നെ എനിക്ക് അറിയണ കുറേ ബുക്കെല്ലാം ഇങ്ങനെ എടുത്ത് കയ്യിലെല്ലാം എടുത്ത് നോക്കി. അവിടെ അങ്ങനെ കുറേ ബുക്ക് ഉണ്ടായിരുന്നു. എല്ലാം കുറേ പേരെ ജീവിത കഥയെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ബുക്കെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു അഗ്നിച്ചിറകുകൾ എന്ന് പറഞ്ഞൊരു ബുക്ക് എടുത്തുകൊണ്ട് അമ്മയുടെ സൈഡിലോട്ട് വന്നത് നോക്കുമ്പോൾ അമ്മ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചേർത്ത് അതെല്ലാം വെച്ചിട്ട് പിന്നെ സച്ചിൻ്റെ ഒരു ബുക്ക് കൂടെ ഞാൻ എടുത്തു നോക്കി. എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ സച്ചിൻ്റെ എടുത്ത് നോക്കിയിട്ട് എല്ലാ ബുക്കും അവിടെ വെച്ചിട്ട് ഒന്നും മേടിച്ചൊന്നുമില്ല. നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറേ സാധനങ്ങളെല്ലാം മേടിച്ചു. ഞാൻ കുറേ ചോക്ലേറ്റ് എല്ലാം മേടിച്ചിട്ട് നമ്മൾ വെളിയിറങ്ങി നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലോങ് വീഡിയോ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാൻ മറക്കല്ല്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹദൂത് ബ്രോസ്. ബായ്.